നെയ്യാറ്റിൻകരയിൽ നിന്ന് ഡാൻ കുര്യനും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് വി വിനോദും ചേരുന്നുണ്ട്. ആദ്യം ഡാനിലേക്കാണ്. ഡാൻ, ഒരാഴ്ചയോളം ഗോപൻ സ്വാമിയുടെ കുടുംബത്തിനെ സംശയനിഴലിൽ നിർത്തിയൊരു വിവാദമായിരുന്നു ഈ സമാധി കേസ്. ഏറ്റവും ഒടുവിൽ ഈ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. അത് പ്രാഥമികമായി കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഈ വിവാദം, ഈ സമാധി വിവാദം പൂർണ്ണമായും അവസാനിച്ചു എന്ന് പറയാൻ കഴിയുമോ ഡാൻ? പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അസ്വാഭാവികത ഇല്ല എന്ന് പറയുന്നത് ശരീരത്തിൽ മറ്റ് മുറിവുകളോ അല്ലെങ്കിൽ അദ്ദേഹം അപായപ്പെട്ടിരിക്കാനുള്ള സാധ്യതകളൊന്നും ഇല്ല, അല്ലെങ്കിൽ അപായപ്പെടുത്താനുള്ള സാധ്യത, അങ്ങനെയുള്ള സാധ്യതകളൊന്നും പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ഇൻക്വസ്റ്റ് നടപടികളടക്കം അങ്ങനെയുള്ള സാധ്യതകളൊന്നും ഇല്ല എന്ന് മാത്രമേ സ്ഥിരീകരിച്ചിട്ടുള്ളൂ. ഇനി വ്യക്തത വരാനായി രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ആരോപണങ്ങളും ഉയർന്നു തുടങ്ങിയപ്പോൾ മുതൽ നെയ്യാറ്റിൻകര CI ഉൾപ്പെടെയുള്ള പോലീസ് സംഘത്തിന് നൽകിയ മൊഴി അനുസരിച്ച് അദ്ദേഹം സമാധിയാകാൻ പോവുകയായിരുന്നു എന്ന കാര്യം ഈ മരണം സംഭവിക്കുന്ന കഴിഞ്ഞ വ്യാഴാഴ്ചയ്ക്ക് 3-4 ദിവസം മുമ്പ് തൊട്ട് തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ദിവസവും 3 ഇഡലികൾ വീതം രാവിലെ ഭക്ഷണം കഴിച്ചിരുന്ന അദ്ദേഹം ഈ അവസാന ദിവസം, അതായത് ഈ വ്യാഴാഴ്ച ആയപ്പോഴത്തേക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവൊക്കെ വളരെ കുറച്ചു. അദ്ദേഹം സമാധിയിലേക്ക് അടുക്കുകയാണ് എന്ന മുന്നറിയിപ്പ് നൽകിയതിനു ശേഷം അദ്ദേഹം തന്നെ മാസങ്ങൾക്ക് മുമ്പ് ഈ മൈലാടി എന്ന, കന്യാകുമാരിക്ക് അടുത്തുള്ള മൈലാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങി ഈ വീടിന്റെ പരിസരത്ത് കൊണ്ട് വെച്ചിരുന്ന ഈ കൈലാസനാഥ ക്ഷേത്രത്തിന്റെ വലതുവശത്തായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ ഒരു സമാധി പീഠമുണ്ടായിരുന്നു. ആ പീഠത്തിലേക്ക് അദ്ദേഹം തന്നെ കടന്ന് ഇരിക്കുകയും അവിടെ ഇരുന്ന് അദ്ദേഹം സമാധിയാകുകയുമായിരുന്നു എന്നാണ് ഈ കുടുംബം പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അവിടെയാണ് ചില അവ്യക്തതകൾ ഇപ്പോഴും തുടരുന്നത്. ആ അവ്യക്തതകൾ നീക്കണമെന്നുണ്ടെങ്കിൽ ഈ മൃതദേഹം വിശദമായ പോസ്റ്റ്മോർട്ടം പരിശോധനയിലൂടെ അദ്ദേഹത്തിന്റെ ശ്വാസകോശമടക്കം എല്ലാം വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കും. ആ പരിശോധനകളിലൂടെ ആ പറഞ്ഞിരിക്കുന്ന മൊഴിയിൽ വസ്തുത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കൈവരും. ഒരു വ്യക്തിക്ക് അയാളുടെ മരണം ആത്മഹത്യ അല്ലാതെ സ്വാഭാവികമായി സംഭവിക്കുന്ന മരണം മുൻകൂട്ടി അറിയാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ അത് പുരാണങ്ങളിലൊക്കെ മാത്രം കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം ഒരു വ്യക്തിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു? തന്റെ ജീവൻ അവസാനിക്കാൻ പോവുകയാണെന്ന കാര്യം, അതിലാണ് ഒരു അവ്യക്തത നിലനിൽക്കുന്നത്. അതിലെ അവ്യക്തത നീക്കണമെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാകണം, വരണം. അതോടൊപ്പം തന്നെ ഈ 3 പേരെ ഇനി ഒറ്റയ്ക്കൊറ്റയ്ക്കും ഒരുമിച്ചിരുത്തിയും മൊഴിയെടുക്കേണ്ട സാഹചര്യം, ചോദ്യം ചെയ്യലിന് സമാനമായ തരത്തിൽ മൊഴിയെടുക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അവർ അനുനയ ശ്രമത്തിന്റെ ഭാഗമായൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സബ് കളക്ടറും മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ കുടുംബാംഗങ്ങളുമൊക്കെ സംസാരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഭാര്യയടക്കം വളരെ സൗമ്യമായിട്ടായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല സാഹചര്യം. അവർ പരുഷമായിട്ടാണ് പെരുമാറുന്നത്. ഏറ്റവും കൗതുകമുണർത്തുന്ന കാര്യം, ഇന്ന് ഈ മൃതദേഹ ഭാഗങ്ങൾ പുറത്തെടുക്കുന്ന സമാധി പൊളിക്കുന്ന സമയത്ത് അവർ രാവിലെ ദോശ കഴിച്ചു. അതിനുശേഷം ഈ നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം പാൽക്കഞ്ഞിയാണ് അവർ കുടിച്ചത് എന്നാണ് അവർക്ക് സുരക്ഷ നൽകുന്ന ഒരു വനിതാ SI ഓഫ് റെക്കോർഡിൽ എന്നോട് പറഞ്ഞത്. അതിനുശേഷം ഞാൻ വീണ്ടും അവർ ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ പ്രതികരണത്തിന് തയ്യാറാകുമോ എന്നറിയാൻ ഉച്ചയോടെ വീണ്ടും ഞാൻ ആ വീടിന്റെ പടിക്കലെത്തി. അപ്പോൾ മാധ്യമങ്ങളോട് വലിയ ക്ഷോഭിച്ചുകൊണ്ട് എല്ലാവരോടും കടന്ന് പുറത്തു പോകാൻ പറയൂ എന്ന് ഉദ്യോഗസ്ഥരോട് ആജ്ഞാപിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ വീടിനുള്ളിലിരുന്ന്. അങ്ങനെ അവർ ഒരു പ്രത്യേക രീതിയിലാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ പോലീസിന് അവരുടെ ഭാഗത്തുനിന്ന് ചോദിച്ചറിയാൻ കഴിയാത്ത ഒരു പശ്ചാത്തലമൊക്കെയുണ്ട്. എന്തായാലും അത് ആ വഴി അങ്ങ് തുടരട്ടെ. പക്ഷേ 3-4 ദിവസത്തിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കും. ആ റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വ്യക്തതകൾ കൈവരും. 2 സാധ്യതകൾ ഇവിടെ ഉരുത്തിരിയും. ഇവിടെ നിന്ന്, അതായത് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ കൈലാസനാഥ ക്ഷേത്രത്തിന്റെ കവാടം, ഈ കവാടത്തിൽ നിന്ന് താഴേക്ക് ഉള്ള ഭാഗത്തെല്ലാം ഈ നേരത്തെ ഈ ക്ഷേത്രത്തിലെ ഉത്സവം നടന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാവുകൾ അല്ലെ അതുമായി ബന്ധപ്പെട്ടുള്ള ആചാരപരമായ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ മരണം അങ്ങനെ സ്വാഭാവികമായി സംഭവിച്ചതാണ്. അത് അദ്ദേഹം സമാധിയിരുന്നുവെന്ന് കുടുംബം പറയുന്ന ആശയം ശരിവെക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഇനി പുറത്തു വന്നാൽ അത് ഇവർ കൃത്യമായി അത് ഉപയോഗിക്കും. ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആ വിശ്വാസം മറ്റുള്ള തരങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. ഇതിനോടകം തന്നെ മറ്റ് നാടുകളിൽ നിന്ന് ഈ സ്ഥലം കാണാനായി ഇവിടേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അത് ആ ആളുകളുടെ ഒഴുക്ക് ഇനി അങ്ങോട്ട് കൂടുന്ന തരത്തിലേക്ക് കാര്യം മാറും. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതായത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ആശുപത്രിയിൽ തന്നെയുള്ള ഗോപൻ സ്വാമിയുടെ മകൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾക്ക് വിട്ടു നൽകിയാൽ അവർ തിരികെ മൃതദേഹം ഇവിടെ എത്തിച്ച് നേരത്തെ എങ്ങനെയായിരുന്നോ സമാധി ഇരുത്തിയത് അതുപോലെ അങ്ങ് സമാധി ഇരുത്തുമോ, അതോ അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും നടപടികളായിരിക്കുമോ സ്വീകരിക്കുക? ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും പോലീസിന് വ്യക്തമായ ധാരണയില്ല. അവർ